ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ മീനിങ്, അതുപോലെ തന്നെ എങ്ങനെയാണത് മാത്തമെറ്റിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് എ പ്യുവർലി ടെക്നിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ റിലേഷൻഷിപ്പ് നമുക്ക് കാണിക്കണം അല്ലേ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ റിലേഷൻഷിപ്പ് കാണിക്കണം. ഇനി പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ തമ്മിലാണ് റിലേഷൻഷിപ്പ് നമുക്ക് പറയാം. ഇൻപുട്ടും വേണം, ഇൻപുട്ടും അതുപോലെ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഇൻപുട്സ്, അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്സ് എന്നുള്ളതിന് പകരം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. പ്രൊഡക്ഷൻ നടക്കാനായിട്ട് വേണ്ട ഫാക്ടേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ടേം എല്ലാവരും ഫെമിലിയർ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ 4 എണ്ണമാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സിനെയാണ് നമ്മളിവിടെ ഇൻപുട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്സ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ഇൻപുട്ടിന് ഔട്ട്പുട്ടായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്യുവർലി ടെക്നിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ലോസ് ഓഫ് പ്രപ്പോർഷൻ, ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫാക്ടർ ഇൻപുട്ട്സ് ഇൻ ടു ഔട്ട്പുട്ട് അറ്റ് എനി പർട്ടിക്കുലർ ടൈം പീരീഡ്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഫാക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ആണ് പ്രൊഡക്ഷൻ. It is the process of transformation of factor inputs into output at any particular time period. Factor input output ആവുന്ന ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. ദെൻ 3 ഇൻപുട്സ് ആർ യൂഷ്വലി കൺസിഡേർഡ്. നമ്മൾ എപ്പോഴും അതിൽ കൺസിഡർ ചെയ്യുന്ന ഇൻപുട്സ് ലാൻഡും ലേബറും ക്യാപിറ്റലുമാണ് അല്ലേ. ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന ലാൻഡ്, അതുപോലെ തന്നെ ലേബർ, ക്യാപിറ്റൽ, 3 ഇൻപുട്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന. ഇനി എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഔട്ട്പുട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ദാറ്റ് ആർ മെഷേർഡ് ആസ് എ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെയാണ് അല്ലെ, ഫൈനൽ പ്രോഡക്റ്റിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയാം. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് ഫോർ ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സ്. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സ് വെച്ചുകൊണ്ട് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഔട്ട്പുട്ടാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ കാണിക്കുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം ക്യാൻ പ്രൊഡ്യൂസ് ഫോർ ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസ്. ഇനി നമുക്കതിനെ മാത്തമെറ്റിക്കലായിട്ട് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. മാത്തമെറ്റിക്കൽ പ്രസൻറ്റേഷനിൽ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ബേസിക് റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. മെയിനായിട്ടുള്ള 3 ഇൻപുട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കാണിക്കുന്നത്. Q ഈക്വൽ എഫ് ഓഫ് എൽ സി എൻ. ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്, എൽ എന്ന് പറയുന്നത് ലേബർ ആണ്, സി ക്യാപിറ്റൽ ആണ്, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ലാൻഡ് ആണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ എൽ ആയിട്ട് ലേബറും അതുപോലെ ലാൻഡിന് പകരമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ എൻ. ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ് ലാൻഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. Hence the level of output Q depends on the quantities of different inputs. അപ്പോൾ ഈ ഇൻപുട്സിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ്റെ റിസൾട്ടാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് 2 ഇൻപുട്സ് നമ്മൾ പറഞ്ഞു, മെയിനായിട്ടുള്ള 2 ഇൻപുട്സ് വെച്ചുകൊണ്ട് നമുക്ക് ക്യാപിറ്റലും ലേബറും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാൻഡും നമ്മൾ എടുത്തു. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള 2 ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ട ഇമ്പോർട്ടൻറ്റ് കോമ്പിനേഷൻസ് ആയിട്ടുള്ള ലേബറും ക്യാപിറ്റലും വെച്ചുകൊണ്ടുള്ള ഒരു ഇക്വേഷനും അതിൻ്റെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 ഇൻപുട്സ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒന്ന് ലേബറും ക്യാപിറ്റലുമാണ്. ഇത് 4 ഇൻപുട്സ് ആണ്, പക്ഷെ ലേബറും ക്യാപിറ്റലും വെച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ നടത്തുന്ന ആ കോമ്പിനേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഈ ഫാക്ടേഴ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് ഫാക്ടറും അതുപോലെ തന്നെ വേരിയബിൾ ഫാക്ടറും. അപ്പോൾ എന്താണ് ഫിക്സഡ് ഫാക്ടർ നോക്കാം. Fixed factors are those that do not change as output is increased or decreased. ഫിക്സഡ് എന്നുള്ള ടേമിൽ തന്നെ നമുക്കറിയാം, ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇല്ലാത്തതാണ് അല്ലേ. ചേഞ്ച് ഇല്ല എന്നുള്ളതാണ് ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. ഫിക്സഡ് ഫാക്ടേഴ്സ് ആർ ദോസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ആസ് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും
ഫിക്സഡ് ഫാക്ടേഴ്സിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും കൂടെ നോക്കുക. ഓഫീസസ്, ഫാക്ടറീസ്, ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് സച്ച് ആസ് മെഷീനറി. ഓഫീസ്, ഫാക്ടറി, അതുപോലെ തന്നെ അവിടെയുള്ള മെഷീനറീസ്, ഇതിനൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരില്ല. ഔട്ട്പുട്ട് കൂട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫാക്ടറി എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓഫീസ് എക്സ്പാൻഡ് ചെയ്യുക, മെഷീൻസ് പുതിയത് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെയാണ് ഫിക്സഡ് ഫാക്ടേഴ്സ്. ഇനി വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. വേരിയബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡു ചേഞ്ച് വിത്ത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ് വേരിയബിൾ ഫാക്ടേഴ്സ്. വിച്ച് മീൻസ് മോർ ആർ എംപ്ലോയിഡ് വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കും വേരിയബിൾ ഫാക്ടർ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കുറയ്ക്കണമെങ്കിൽ അതനുസരിച്ച് വേരിയബിൾ ഫാക്ടേഴ്സ് കുറയ്ക്കുകയും ചെയ്യും. വേരിയബിൾ ഫാക്ടേഴ്സിന് എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ലേബർ, എനർജി, റോ മെറ്റീരിയൽസ്, ഇതൊക്കെ. അപ്പോൾ ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔട്ട്പുട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലേബർ അബ്സോർപ്ഷനും കൂടുതലായിരിക്കും. കൂടുതൽ ലേബറിനെയും നമുക്ക് ആവശ്യം വരും. അപ്പോൾ ലേബർ ചേഞ്ച് ചെയ്ത് ഔട്ട്പുട്ട് കൂട്ടാം. ദെൻ എനർജി. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറാണ്, ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെഷീൻസ് കൂടുതൽ നേരം വർക്ക് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ഇലക്ട്രിസിറ്റിയുടെ കൺസംഷനും കൂടുതലാണ്. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എനർജിയിലും ചേഞ്ച് വരും. അപ്പോൾ അതും വേരിയബിൾ ഫാക്ടറാണ്. ദെൻ റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ ചേഞ്ച് എന്തായാലും വേണ്ടേ? ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറണമെങ്കിൽ അവിടെ റോ മെറ്റീരിയൽസ് എന്തായാലും വേണം. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ നമ്പർ യൂണിറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും റോ മെറ്റീരിയൽസും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുമ്പോൾ ചേഞ്ച് വരുന്ന ഫാക്ടേഴ്സിനെയാണ് വേരിയബിൾ ഫാക്ടേഴ്സ്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഔട്ട്പുട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ വേരിയബിൾ ഫാക്ടർ എന്നും ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്ന ഫാക്ടേഴ്സിന് ഫിക്സഡ് ഫാക്ടർ എന്നും പറയുന്നു. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ടൈം പീരീഡ്സ് ആണ്. പല ടൈം പീരീഡുകളാണ് നമുക്ക് ഒരു ഫേം ഫോളോ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് പല ടൈം പീരീഡ് ഫേം ഫോളോ ചെയ്യുന്നു. അതിൽ ഫസ്റ്റാണ് വെരി ഷോർട്ട് റൺ, പിന്നെ അതുപോലെ ഷോർട്ട് റൺ, ലോങ് റൺ, വെരി ലോങ് റൺ. എന്താണ് വെരി ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റണ്ണിനേക്കാളും വളരെ കുറച്ച് ടൈം ഡ്യൂറേഷൻ ഉള്ളതാണ് വെരി ഷോർട്ട് റൺ. അപ്പോൾ വെരി ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the only way to increase output is by using up existing stock of inputs. Existing stock of inputs യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ. അതായത് സ്റ്റോക്കിൽ ഒരു ഇൻപുട്ടിൽ ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. ഒന്നും ഇൻപുട്ട് അഡീഷണൽ ആയിട്ടൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും സാധിക്കില്ല. എത്രയാണോ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്ട് അത് വെച്ചുകൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ആകെ ഉള്ളൊരു വേ. ദാറ്റ് ഈസ് വെരി ഷോർട്ട് റൺ. ഇനി ഷോർട്ട് റൺ എന്ന് പറയുമ്പോഴും ടൈം ലോ ആണ്, ടൈം ലിമിറ്റ് വളരെ കുറച്ചാണ്. പക്ഷേ വെരി ഷോർട്ട് റണ്ണിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. A firm is said to be in its short run when it can increase its output by using more variable factors, such as by hiring more workers. അപ്പോൾ ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് വേരിയബിൾ ഫാക്ടറിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുള്ള ടൈം ഉണ്ട്. അപ്പോൾ വേരിയബിൾ ഫാക്ടർ എന്ന് ഇവിടെ പറയുന്നത് വർക്കേഴ്സിനെ കൂടുതലായിട്ട് ഹയർ ചെയ്യാണ്. കൂടുതൽ ലേബറേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ട് എംപ്ലോയ് ചെയ്യിച്ചുകൊണ്ട് ഔട്ട്പുട്ട് കൂട്ടാനുള്ള ചെറിയൊരു ടൈം ഡ്യൂറേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഷോർട്ട് റൺ. അടുത്തത് ലോങ് റൺ ആണ്. ലോങ് റണ്ണിൽ എ ഫേം എൻറ്റേഴ്സ് ഇറ്റ്സ് ലോങ് റൺ വെൻ ഇറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ഒരു ഫേം ലോങ് റണ്ണിലേക്ക് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേമിന് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലുണ്ടാവും. അപ്പോൾ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. ഒരു ഫേമിനെ സംബന്ധിച്ച് ഒരു ഫേമിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും അല്ലേ. പിന്നെ ആഫ്റ്റർ ഒരു 10 years ഒക്കെ കഴിയുമ്പോഴായിരിക്കും ആ ഫേം വളരെ നല്ലൊരു രീതിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫേമിന് കുറേ അഡ്വാൻറ്റേജസ് ഫേമിന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ആ അഡ്വാൻറ്റേജസിനെയാണ് നമ്മൾ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയാം. അഡ്വാൻറ്റേജസ് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഫേം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയി. അവർ റോ മെറ്റീരിയൽസ് ഒക്കെ പണ്ടെടുത്തതിനേക്കാൾ കൂടുതൽ റോ മെറ്റീരിയൽസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതായത്
പ്രൊഡക്ഷൻ വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം ഒരു 1000 യൂണിറ്റൊക്കെ ആയിട്ട് തുടങ്ങിയ ഫേം ആയിരിക്കും, അതൊരു 10,000-ഉം 20,000-ഒക്കെ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിലേക്ക് ആ ഫേം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അവരുടെ റോ മെറ്റീരിയൽസിൻ്റെ നീഡും ഇൻക്രീസ് ചെയ്യും, റോ മെറ്റീരിയൽസിൻ്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ലോ കോസ്റ്റിൽ അവർക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാവും റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ഷന് മാർക്കറ്റിലേക്ക് എത്തിക്കാനും അവരുടെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് അവർക്ക് കിട്ടും. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും, ഇവരുടെ കയ്യിൽ നിന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസുകളെല്ലാം സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ലോങ് റണ്ണിലാണ് ഈ ഒരു സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ലോങ് റൺ. Increasing scale means that no factor production is fixed and all are variable. എല്ലാ ഫാക്ടേഴ്സിനെയും നമുക്ക് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ലോങ് റൺ. Then very long run. A whole industry enters the very long run where there is a significant change in the use of technology. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ആണ്. ഇവിടെ നമ്മൾ വെരി ലോങ് റൺ എന്താണെന്നും കൂടെ ഒന്ന് പരിചയപ്പെടുകയാണ്. വെരി ലോങ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ്, ടെക്നോളജി ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന, ഇപ്പോൾ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്കെല്ലാം മാറുക, അങ്ങനെയുള്ളൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നതാണ് വെരി ലോങ് റൺ. കുറച്ച് കാലം കൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ അതിലൊക്കെ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വെരി ലോങ് റൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ യൂസ് ഓഫ് ടെക്നോളജിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.